മാഷാൻ വേണ്ടി പൂതി വെച്ച നമുക്ക് ഈ വെല്ലടിയും ചായ കൊടുക്കലാണല്ലോ പഠിച്ചോനെ വിധിച്ചത്. സ്പൂൺ ഈ മാഷ്മാർക്ക് നമ്മളെ കാണാണ്ട് നിക്കാൻ പറ്റൂലോ. വന്നു മാഷേ. ഒരു വെള്ളച്ചായ, എനിക്കൊരു ലൈറ്റ്. ടോർച്ച് ലൈറ്റ് മതിയോ? എന്റെ പൊന്നു മാഷ്മാരെ, ടീച്ചർമാരെ, നിങ്ങളെല്ലാവരുടെയും ടേസ്റ്റ് ഞമ്മക്ക് അസലായിട്ട് അറിയാം. പിന്നെ എന്തിനാണ് ഡെയിലി ഇങ്ങനെ പറയണത്? പറയുന്നതാ ഇപ്പൊ കുഴപ്പം. സ്ട്രോങ് ചായ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ചായ തരും, പഴംപൊരിക്ക് പറഞ്ഞാൽ ഉണ്ടംപൊരി തരും. പിന്നെ എങ്ങനെയാ പറയാതിരിക്കുന്നത്? അത് പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ ആലോചിക്കാനുണ്ട് എന്റെ പൊന്നു ടീച്ചറെ. അങ്ങനൊക്കെ അങ്ങ് മാറിപ്പോണതാണ്. ടീച്ചർക്ക് കാണാൻ ഭംഗിയില്ലെങ്കിലും ബുദ്ധി കുറവുണ്ടല്ലോ, ക്ഷമിച്ചയാള്. അല്ല, നമ്മുടെ സതീശ മാസ്റ്റർ ഇന്ന് ലീവാണല്ലോ. പുള്ളിയുടെ പനി മാറിയില്ലേ? ഏത് സതീശ മാച്ച്? ഞമ്മളെ മലയാളത്തിന്റെ. അത് ശരി, പുള്ളി ഇന്നും ലീവാണില്ലേ? കുട്ടികളെ, നിങ്ങളുടെ മലയാളം സാറ് ഡെങ്കിപ്പനി പിടിച്ചു കിടക്കാണ്. പകരം ഇന്ന് ഞമ്മളാണ് നിങ്ങൾക്ക് മലയാളം പഠിപ്പിക്കണത്. എല്ലാരും ചായ കുടിക്കൂ, ബുക്ക് എടുക്കൂ. ഒരു ബുക്ക് ഞമ്മക്ക് തരി. ഇന്ന് പദ്യാണ് പ്യൂണേ. അല്ല പ്യൂൺ സാറേ. ഏത് പദ്യം? മോനൊന്നും ചെല്ല്, അതിന്റെ അർത്ഥം ഞമ്മൾ പഠിപ്പിച്ചു തരാം. നൃപ്പനായി രാമൻ രണ്ടായി ചമഞ്ഞുകൊണ്ട്. പഠിച്ചോനെ കുടുങ്ങിയോ? എന്താണ് ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. ഒന്നുകൂടി ചെല്ല് മോനെ. നൃപ്പനായി രാമൻ രണ്ടായി ചമഞ്ഞുകൊണ്ട്. രാമൻ ഹാലാക്കിന്റെ അവലും കഞ്ഞാല റബ്ബേ. കുട്ടികളെ, ഈ പദ്യത്തിൽ ഒരക്ഷരം അധികമുണ്ട്. അതങ്ങോട്ട് കട്ട് ചെയ്താൽ സംഗതി ഈസിയാണ്. കേട്ടോ, ആദ്യത്തെ നൃ ആണ് പ്രശ്നം. അതങ്ങോട്ട് വെട്ടുക. എന്നിട്ട് പനായി രാമൻ രണ്ടാഴ്ച മഞ്ഞുകൊണ്ട് എന്ന് വായിച്ചാൽ മതി. പഴച്ചോനെ, തൽക്കാലം രസപ്പെട്ട് ബെല്ലടിക്കാൻ ടൈമായി നമ്മൾ പോവുകയാണോ?